അതെ, പിന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിലമ്പൂരിലെ ഏറ്റവും ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും അതിസാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏതൊരറ്റം വരെ പോകാൻ കഴിയുമെങ്കിൽ ആ ഒരറ്റം വരെ പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. 8 മാസം 9 മാസം കാലം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൂടെ നിന്നാൽ, സഹായിച്ചാൽ നിലമ്പൂരിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതിന് ഗവൺമെൻറ് കൂടെ നിൽക്കും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്നലെയും നിലമ്പൂരിൽ കാട്ടാൻ ആക്രമണത്തിൽ ബില്ലി എന്ന് പറയുന്ന ആദിവാസി ഒരു മധ്യവയസ്കൻ കാട്ടാൻ ആക്രമണത്തിൽ മരിച്ചു. മാത്രമല്ല, അത് ആ മൃതദേഹം ഇക്കരയ്ക്ക് കൊണ്ടുവരാൻ വരെ സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ദാരുണമായൊരു അന്ത്യമുണ്ടായിട്ട് രാവിലെ 3:30 മണിക്ക് ആ ബോഡി കണ്ടെത്തിയിട്ട് ആ ബോഡി ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരാൻ സാധിച്ചില്ല. അത്രമാത്രം ദുഷ്കരമായ അവസ്ഥയാണ്. എന്നിട്ട് ആ ബോഡി എത്തുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ആ കുടുംബം, അല്ലെങ്കിൽ ആ 200 ചില്ലാനം കുടുംബങ്ങൾ, 300ഓളം കുടുംബങ്ങൾ. അതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈക്കോടതിയിൽ പോയതൊക്കെ. ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തിട്ടാണ് അവിടെയുള്ള പാലത്തിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങിയത്. എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലമ്പൂരിൽ, അതിന് വളരെ വേഗത്തിൽ ഒരു പരിഹാരം കാണണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ള ദൗത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടതുപക്ഷ ഗവൺമെൻറ് അതിന് സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ തീർച്ചയായും നിലമ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിന് കാണുന്ന അധികാരികളെയൊക്കെ കാണണമെന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ കണ്ട് നിലമ്പൂരിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് വളരെ വേഗത്തിൽ പരിഹാരം കാണണമെന്ന് അവരോട് അപേക്ഷിക്കാനും ആവശ്യപ്പെടാനും ഒക്കെ തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്.